എൻ്റെ പേര് ഗ്ലാഡ്വിൻ. ഞാൻ ഓസ്ട്രേലിയൻ രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജന്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ACS കട്ട് ചെയ്ത എക്സ്പീരിയൻസ് നമ്മൾക്ക് ഈ EOI സബ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുമോ എന്നതാണ്. IT പ്രൊഫഷണൽസ് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ശ്രമിക്കുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എക്സ്പീരിയൻസ്. അറിയാം, ഓസ്ട്രേലിയൻ സ്കിൽഡ് മൈഗ്രേഷൻ എപ്പോഴും വർക്ക് ചെയ്യുക ഏജ്, എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ തുടങ്ങിയ പാരാമീറ്റേഴ്സിന്റെ ബേസിലാണ്. അപ്പോൾ ഈ ഓഫ്ഷോർ ആപ്ലിക്കൻസിന് ഓസ്ട്രേലിയൻ മൈഗ്രേഷന് എക്സ്പീരിയൻസിന്റെ പോയിന്റ്സ് നേടണമെങ്കിൽ മിനിമം 3 years എക്സ്പീരിയൻസിൽ വേണം. നിങ്ങൾക്കറിയാം, മൈഗ്രേഷന്റെ ആദ്യ സ്റ്റെപ്പ് സ്കിൽ അസസ്മെന്റ് ആണ്. അപ്പോൾ IT പ്രൊഫഷണൽസ് സാധാരണ അവരുടെ അസസ്മെന്റ് നടത്തേണ്ടത് ACS വഴിയാണ്. എന്നാൽ ACS ആകട്ടെ ആദ്യത്തെ 2 വർഷത്തെ എക്സ്പീരിയൻസ് കട്ട് ചെയ്ത ശേഷമേ ACSന്റെ സ്കിൽ അസസ്മെന്റ് ലെറ്റർ ഇഷ്യൂ ചെയ്യുകയുള്ളൂ. ആദ്യത്തെ 2 വർഷം ട്രെയിനിങ് പീരീഡ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ 3 വർഷത്തെ എക്സ്പീരിയൻസ് വെറും 1 വർഷമായി ചുരുങ്ങും. ധാരാളം പേർ ഇത്തരം 1 വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് അപേക്ഷിക്കാൻ മടി കാണിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് പോയിന്റ്സ് ഒന്നും ലഭിക്കാറില്ല. അവരുടെ ധാരണ ACS പറഞ്ഞ എക്സ്പീരിയൻസ് ലെവലെ നമ്മൾക്ക് മൈഗ്രേഷൻ ഉപയോഗിക്കാൻ പറ്റുമെന്നതാണ്. അതുകൊണ്ട് തന്നെ EOI സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ എക്സ്പീരിയൻസിൽ 1 വർഷമാണ് ക്ലെയിം ചെയ്യാറ്. അതുകൊണ്ട് തന്നെ അവർക്ക് പോയിന്റ്സ് ലഭിക്കാറില്ല. ACSന്റെ ഈ പ്രാകൃതമായ ഒരു പ്രാക്ടീസ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ധാരാളം പ്രോസ്പെക്റ്റീവ് ക്ലയൻസിനെ അല്ലെങ്കിൽ ആപ്ലിക്കൻസിനെ മൈഗ്രേഷൻ പ്രോസസ്സിൽ നിന്ന് ഡിസ്കറേജ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഫൈനലായിട്ട് തീരുമാനിക്കേണ്ടത് ACS അല്ല, മറിച്ച് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റിന്റെ പോളിസി എന്താണെന്നാണ്. പോളിസി സ്റ്റേറ്റ്സ് if the skill assessing authority's opinion would result in the applicant being awarded less points than the applicant claimed in their EOI, then decision makers should consider the information in ANSCO and apply the more beneficial outcome in determining whether the applicant was working at a skill level. ഇത് പറയുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അന്തിമമായി തീരുമാനിക്കേണ്ടത് സ്കിൽ അസസിംഗ് അതോറിറ്റീസ് അല്ല, മറിച്ച് ഹോം അഫയേഴ്സിന്റെ കേസ് ഓഫീസേഴ്സ് ആണ് അല്ലെങ്കിൽ ഓഫീസേഴ്സ് ആണ്. അതിനവരെ ഗൈഡ് ചെയ്യേണ്ടത് ANSCOയുടെ നിയമങ്ങളാണ്. ANSCO പറയുന്ന നിശ്ചിത അളവിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആപ്ലിക്കന്റ് കൂടുതൽ ബെനഫിഷ്യൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഏതാണോ അത് കൊടുക്കാമെന്നാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിനെ ആശ്രയിച്ചിരിക്കും പിന്നീട് ഇതിന്റെ പ്രോസസ്സിംഗിന്റെ സക്സസ്. While having a regard to the opinion provided by the skill assessing authorities, decision makers also need to be satisfied with the bona fide of the supporting documents presented in making their decision to award points. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിന്റെ വിശ്വാസ്യത അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ആ പോയിന്റ്സിനെ ക്ലെയിം ചെയ്യാൻ പറ്റുക എന്നത്. ഇനി പറയുന്ന കാര്യമാണ് കൂടുതൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ദ റെഗുലേഷൻ റിക്വയർസ് ദാറ്റ് ദി ആപ്ലിക്കന്റ് ഈസ് employed in a nominated skilled occupation for a particular time. It doesn't require the applicant to have a skills of particular standard during that period of time. ഇത് പറയുന്നത് ആപ്ലിക്കന്റ് ഒരു നിശ്ചിത കാലയളവിൽ എംപ്ലോയ്ഡ് ആയിരിക്കണമെന്നാണ്, അല്ലാതെ ഇന്ന സ്റ്റാൻഡേർഡിലുള്ള അല്ലെങ്കിൽ നിശ്ചിത സ്കിൽ ലെവലിലുള്ള എംപ്ലോയ്മെന്റ് ആയിരിക്കണമെന്നില്ല. ഇതിന് ഒരു ഉദാഹരണം ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന്, ഞങ്ങളുടെ കേസിൽ നിന്ന് ഞാൻ തരികയാണ്. പക്ഷെ ഞാൻ പേര് ഷോർട്ടൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഷോർട്ട് ഫോമേ ഉപയോഗിക്കുന്നുള്ളൂ. MG എന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത്. MG ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2017 ഒക്ടോബർ മാസത്തിലാണ്. ACSന്റെ അസസ്മെന്റ് കഴിഞ്ഞപ്പോൾ 2019 ശേഷമുള്ള എക്സ്പീരിയൻസ് ആണ് ഓസ്ട്രേലിയൻ എഞ്ചിനീയറിന്റെ ലെവലിലുള്ള എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റും എന്ന് അവർ പറഞ്ഞത്. എന്നാൽ 2023 മുതൽ ഞങ്ങൾ MGയുടെ EOI ഇടുമ്പോൾ 2017 മുതലുള്ള എക്സ്പീരിയൻസ് ക്ലെയിം ചെയ്തു. അങ്ങനെ 2017 മുതൽ 2023 വരെ 6 വർഷത്തെ എക്സ്പീരിയൻസ് ഞങ്ങൾ ക്ലെയിം ചെയ്തു. ഇതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. കാരണം 2019 മുതൽ 2023 വരെ 4 വർഷത്തെ എക്സ്പീരിയൻസ് കണക്കാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ 5 പോയിന്റ് MGക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ 2017 മുതൽ 2023 വരെയുള്ള എക്സ്പീരിയൻസ് ക്ലെയിം ചെയ്തപ്പോൾ 6 വർഷത്തെ എക്സ്പീരിയൻസ് ക്ലെയിം ചെയ്യാൻ പറ്റി. അങ്ങനെ 5 വർഷത്തെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ 10 പോയിന്റ് ക്ലെയിം ചെയ്യാൻ പറ്റി. നമ്മൾ ACSന്റെ രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ 5 പോയിന്റ് അവിടെ നഷ്ടമായിരുന്നേനെ. ആ ഒരു എക്സ്ട്രാ പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിൽ വിക്ടോറിയ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ ഒരു EOI സെലക്ട് ചെയ്യുകയും നോമിനേഷന് വേണ്ടി വിളിക്കുകയും ചെയ്തു. ഈ ഹോം അഫയേഴ്സ് ഈ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഞങ്ങളോട് ക്വസ്റ്റ്യൻ ചെയ്യുകയോ അതിനൊരു എക്സ്പ്ലനേഷൻ ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. അവർ ആ ഒരു 6 വർഷത്തെ എക്സ്പീരിയൻസ് കണക്കാക്കുകയും എല്ലാം നമ്മൾ കൊടുത്ത എല്ലാ ഡോക്യുമെന്റും ചെക്ക് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 2025 ജാനുവരി 29 സബ് ക്ലാസ് 190 വിസ MGക്ക് ലഭിക്കുകയുണ്ടായി. അതിനാൽ ACSന്റെ തീരുമാനങ്ങളിൽ കുരുങ്ങി നിങ്ങൾ
നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കേണ്ട, സധൈര്യം മുന്നോട്ട് പോകുക. ഈ വീഡിയോയിലെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഐ എം ഗ്ലാഡ്വിൻ ഫ്രം ഫ്രാൻസ് വിത്ത് മൈഗ്രേഷൻ. ഐ എം എ രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജന്റ് ഓഫ് ഓസ്ട്രേലിയ ആൻഡ് Malayali Sound migration agent. You can contact me on WhatsApp, mobile and email. Thank you.